ക്രിസ്തു നിനക്കൊരു ലഹരിയാണ്. ക്രിസ്തു ലഹരിയല്ലാത്തവർക്ക് ലോകം ലഹരിയാകും. ഈ 2026 പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിന്റെ ലഹരി ക്രിസ്തു ആകട്ടെ, അവനോടുള്ള സ്നേഹമാകട്ടെ. അപ്പോഴാണ് അവൻ മുറിയപ്പെട്ടതും വെന്തെടുക്കപ്പെട്ട കുരിശില് നിനക്കൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. ഈശോയുടെ സ്നേഹം എന്താണെന്ന് ക്രിസ്തു ലഹരിയാകുന്നവർക്ക് കഴിയുള്ളൂ. ഈശോട് പറയും. അതാ കൊച്ചു ത്രേസ്യ പുണ്യവതി ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ, എന്റെ സ്നേഹത്തിന്റെ കടലിൽ ഒരു തുള്ളി വെള്ളം എനിക്ക് കൃപ തരണം. എത്ര വർഷം കടന്നു പോയാലും ഓരോ വർഷം എത്രമാത്രം ഈ ലഹരി കൂടിയെന്ന് നോക്കണം. നമുക്കറിയാലോ, ചില വസ്തുക്കൾ ഇങ്ങനെ വർഷങ്ങളോട് എടുത്തു വെക്കുമ്പോൾ അതിന് ലഹരി വർദ്ധിക്കുന്നു കേട്ടു. ഇതുപോലെ 2025 കഴിഞ്ഞപ്പോൾ നിനക്ക് ക്രിസ്തുവിൽ എത്രമാത്രം ലഹരി വർദ്ധിച്ചു. കുറയാണെങ്കിൽ നീ മറ്റു പല ലഹരിയുടെ പുറകില. ക്രിസ്തു നിനക്ക് ലഹരിയാകുമ്പോൾ പ്രിയ കുഞ്ഞെ, നിന്റെ വീര്യം കൂടും, നിന്റെ തീഷ്ണത കൂടും, നിന്റെ പ്രേക്ഷിത ദൗത്യം കൂടും. നിനക്ക് മരിക്കാൻ പേടിയുണ്ടാവില്ല. നീ യേശുവിനെ തന്റെ നാഥന് രക്ഷകനുമായിട്ട് ഈ ഓസ്തിയില്, ഈ തിരുവോസ്തിയില് ദൈവത്തിന്റെ മുഖം നിനക്ക് കാണാൻ പറ്റും. കുർബാനയുടെ മുന്നിൽ പൊട്ടിക്കരയാൻ, ബലിയർപ്പിക്കുമ്പോൾ നീ കരയാൻ പറ്റണം. ആരാധന നടക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ എന്റെ ദൈവം എത്ര അടുത്ത് വരുമ്പോ എന്റെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ആത്മാവ് കൊണ്ട് അവനെ നോക്കുമ്പോ നീ പ്രകാശിതനാണ്. അതുവരെ നിനക്ക് ലഹരിയായിട്ട് ഒന്നാകുമ്പോഴല്ലേ അതിന് ലഹരി വരുന്നത്. ആഗ്രഹിക്കും പ്രിയപ്പെട്ട മക്കളെ, ക്രൂശാകും സ്വർഗം പാകം ചെയ്ത ക്രൂശാകും സ്വർഗം പാകം ചെയ്ത കാണുന്നു നാഥന്റെ മുഖം, കാണുന്നു നാഥന്റെ സ്നേഹം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം, ഈശോ നിന്നെ വാഴ്ത്താം. സ്വരമുയർത്തി പാടിയേ ഹല്ലേലൂയ പാടാം നാഥ, ഈശോ